ഈ സമയത്താണ് വാതിൽക്കൽ ഇത് കേട്ടുകൊണ്ട് ചുച്ചു എത്തിയത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഡിവോഴ്സിന്റെ ഡീലിനെ പറ്റി ചുച്ചുവും അറിയുന്നു. ആദ്യം യാൻഷിങ് സത്യം പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചുച്ചുവിന്റെ നിർബന്ധം കാരണം തങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിനെ പറ്റി അവൾക്ക് പറയേണ്ടി വരുന്നു. അവർ ഒരു ഫേക്ക് കപ്പിളാണ് എന്ന് അറിഞ്ഞതോടെ പിന്നെ ചുച്ചുവിന്റെ ചിന്ത അവൾക്ക് പറ്റിയ ഒരു ആളിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നായി. പലരുടെയും പേരുകൾ ചുച്ചു തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ജിയാങ്ങിന്റെ പേരാണ്. അവൾ ജിയാങ്ങിനെയും തന്നെയും കൂടി മാറ്റി ചെയ്യിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ യാൻഷിങ്ങിന് ശരിക്കും ചിരി വരുന്നുണ്ട്. കാരണം ജിയാങ് ഇഷ്ടപ്പെടുന്നത് അവളെയാണ് എന്ന് യാൻഷിങ്ങിന് അറിയാമല്ലോ. പക്ഷെ ചുച്ചുവിന് അതോട്ട് അറിയുകയുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചുച്ചു തന്നെ അതിനേക്കാൾ നല്ലൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നുണ്ട്. മറ്റാരുമല്ല, ഇൻസ്പെക്ടർ ഷൂ. അതാണ് അവൾക്ക് കുറച്ചുകൂടി പറ്റിയ മാച്ച് എന്ന് ചുച്ചു തന്നെ അഭിപ്രായപ്പെടുന്നു. ഇനി ഇവരെ തമ്മിൽ സെറ്റാക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുന്നതിനെ പറ്റി ചുച്ചു പറയുന്നു. മാച്ച് മേക്കിങ്ങിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത്. പക്ഷെ ഷെന്തു ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ എങ്ങോട്ടേക്കും വരുന്നില്ല എന്ന് യാൻഷിങ് പറയുന്നുണ്ട്. ഷെന്തു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ അക്ഷമനായി കിടക്കുകയാണ്. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അവന്റെ ക്ഷമ നശിച്ച് അവൻ ഉണരുന്നത് പോലെ ചുമച്ചുകൊണ്ട് കണ്ണു തുറക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. ഞാൻ ചത്തിട്ട് പോരെ, എന്റെ ഭാര്യയ്ക്ക് വേറെ വിവാഹം ആലോചിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുന്നേക്കുന്നത്. അങ്ങനെ തങ്ങൾ പറഞ്ഞതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവൻ കേട്ടു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. എവിടെ മുതൽ അവൻ കേട്ടു, എത്ര നേരമായി അവൻ ഉണർന്നിരിക്കുകയാണെന്ന് യാൻഷിങ് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഉണർന്നതേ ഉള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും ചുച്ചു കൂടുതൽ ശല്യത്തിന് നിൽക്കാതെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നു. ഷെന്തു കുഴപ്പമൊന്നുമില്ലാതെ ഉണർന്നപ്പോൾ യാൻഷിങ്ങിന് സമാധാനമാവുന്നുണ്ട്. അവനെ പിടിച്ച് നേരെ കിടത്തിയ ശേഷം ഷെൻഹുവയുടെ അടുത്ത് നിന്ന് തന്റെ ജീവൻ രക്ഷിച്ചതിന് അവൾ അവന് നന്ദി പറയുന്നു. എന്റെ മുറിവുകൾ ചികിത്സിച്ചത് നീയല്ലേ, അതുകൊണ്ട് ഞാനും നിനക്ക് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ച് അവന് നന്ദി പറയുന്നുണ്ട്. ഷെൻഹുവയുടെ ബോഡി എവിടെയാണ് എന്ന് ഷെന്തു അന്വേഷിച്ചപ്പോഴാണ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇമ്പീരിയൽ ഇൻസ്പെക്ടറേറ്റിലെ ആരോ അതെടുത്തുകൊണ്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ലുവോഷിക്ക് ഇതുമായിട്ടൊരു ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരാണ് കൊണ്ടുപോയെന്നോ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്നൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ യാൻഷിങ് അവനെ അറിയിക്കുന്നു. അതിനുശേഷം അവനോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. കാര്യസ്ഥനോട് എത്രയും പെട്ടെന്ന് വൈദ്യനെ വിളിപ്പിച്ച് അവനെ ഒന്നുകൂടി ചെക്ക് ചെയ്യാനൊക്കെ നിർദ്ദേശിച്ച ശേഷം പുറത്ത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്ന ചുച്ചുവിന്റെ അടുത്തേക്ക് അവൾ ചെല്ലുന്നു. ചുച്ചു അടുത്തിടെയായി പണം അമിതമായി ചിലവഴിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ തൽക്കാലത്തേക്ക് അവളുടെ പോക്കറ്റ് മണിയൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ അവൾ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. യാൻഷിങ് സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നു. ചുച്ചുവിനും യുൻഷിയയ്ക്കുമുള്ള ഫുഡ് റെഡിയാക്കാൻ അവൾ കാര്യസ്ഥനെ വിളിച്ച് പറയുന്നുണ്ട്. ഷെന്തുവിനുള്ള ഫുഡ് റെഡിയാക്കിയ ഒരു ബോക്സിൽ തന്നാൽ അതുകൊണ്ട് അകത്തേക്ക് പോകാമെന്ന് അവൾ പറയുന്നു. തങ്ങൾക്കൊപ്പം വരുന്ന ഫുഡ് കഴിക്കാൻ ചുച്ചു യാൻഷിങ്ങിനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഷെന്തു ഉണർന്നതല്ലേ ഉള്ളൂ, അവൻ തനിച്ച് കിടക്കുകയല്ലേ, അതുകൊണ്ട് അവന്റെ അടുത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് യാൻഷിങ് അവനുള്ള ഫുഡുമായി അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് യുൻഷിയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. യുൻഷിയെ യാൻഷിങ്ങിന്റെ ശത്രു എന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ചുച്ചു ആദ്യം ആ ഒരു രീതിയിലാണ് അവളോട് ഇടപെട്ടത്. പക്ഷേ യാൻഷിങ് ഷെന്തുവിനുള്ള ഫുഡ് കൊണ്ട് കൊടുത്ത് തിരികെ എത്തിയപ്പോഴേക്കും അവർ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ യാൻഷിങ് തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു. അവൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞങ്ങൾ പണ്ടേ ബെസ്റ്റുകളായിരുന്നു എന്നാണ് തോന്നുന്നത്, എന്നേ ഞങ്ങൾ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറെ പുകഴ്ത്തി പറയുന്നു. അത് മാത്രമല്ല 2 ദിവസം കഴിഞ്ഞിട്ട് മാരേജ് മേക്കിങ്ങിന് പ്രസിദ്ധമായിട്ടുള്ള ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കൂടെ വരാൻ അവൾ യാൻഷിങ്ങിനെയും വിളിക്കുന്നു. അവൾ ആദ്യം മടിക്കുന്നുണ്ടെങ്കിലും 3 മാസത്തെ കരാർ ഇപ്പോഴും നിലവിലുണ്ടെങ്കിൽ ഉറപ്പായും വരണമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചപ്പോൾ അവൾ കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. സുഖമില്ലെങ്കിലും ഷെന്തു ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്ന് വാതിലിനടുത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പോയ ശേഷം മുറിയിലേക്ക് വന്ന യാൻഷിങ് തന്റെ ഡ്രസ്സിൽ കൊള്ളാവുന്നത് ഏതാണ് എന്നൊക്കെ തിരയുന്നത് കണ്ടപ്പോൾ അവൾ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. ഞാനിങ്ങനെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ വേണോ നിനക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാനെന്ന് അവൻ ചോദിച്ചപ്പോൾ യാൻഷിങ് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ശരിയാണ്, നീ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പുറത്തേക്കൊന്നും പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ചുച്ചുവിന് വേണ്ടിയിട്ടാണ്. അവൾ 2-3 ദിവസം ഇവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ അടുത്ത് നല്ല ഡ്രസ്സ് വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ചു. എനിക്കാണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വളരെ കുറവാണ്. അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവൾക്ക് വേണ്ടി നല്ലത് തിരയുകയായിരുന്നുവെന്ന് അവൾ അവനെ അറിയിക്കുന്നു. അവളുടെ ഉദ്ദേശം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളെ അങ്ങനെ തടഞ്ഞു വെക്കുന്നത് ശരിയല്ല എന്ന് അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോകുന്നതിന് എനിക്ക് വിരോധമില്ല, നീ വേണമെങ്കിൽ പോയിക്കോ. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനും വേണമെങ്കിൽ നിങ്ങൾക്കൊപ്പം വരാമെന്ന് അവൻ പറയുന്നു. പക്ഷേ ഇങ്ങനെ ഇത്ര വലിയ ഒരു പരിക്ക് പറ്റിയതല്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ മതി, ഞാൻ തനിച്ച് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. മനസ്സിലുള്ളത് എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ ഷെന്തു ആകെ വിഷമത്തിലാവുന്നു. ചുച്ചു അന്ന് രാത്രി ഒരു ഷോ കാണാനായി പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് അവൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. ഉണർന്നു നോക്കിയപ്പോഴേക്കും ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മൊത്തത്തിൽ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ അവിടെ ഫീൽ ചെയ്യുന്നതിനാൽ അവൾക്ക് കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെ നിന്ന് പോവാനായി എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് അവിടെ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടായത്. അങ്ങനെ അവൾ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. പ്രേതമാണെന്ന് വിചാരിച്ച് കണ്ണു മടച്ചുകൊണ്ടാണ് ഓടുന്നത്. അങ്ങനെ ഓടുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവൾ ആരെയോ ചെന്ന് ഇടിച്ച് നിൽക്കുന്നുണ്ട്.
മാസ്ക് ധരിച്ച് ലോഷിയായിരുന്നു അവിടെ നിൽപ്പുണ്ടായിരുന്നത്. പക്ഷെ ആരാണെന്ന് കണ്ണു തുറന്ന് നോക്കാതെ ചുച്ചു അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. ലോഷിക്ക് അതൊക്കെ കണ്ടപ്പോൾ നല്ല തമാശ തോന്നുന്നതിനാൽ കുറച്ച് സമയം കൂടി അവൻ അവളെ പേടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവനാണ് എന്ന് പറയുന്നത്. അങ്ങനെ അവൾ കണ്ണു തുറക്കുന്നു. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സമാധാനമാവുന്നുണ്ട്. പിന്നെ പേടിയൊന്നുമില്ലാതെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അവൻ്റെ ഒപ്പം സംസാരിക്കുന്നു. അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് പ്രേതങ്ങൾക്ക് വരെ തന്നെ പേടിയാണ് എന്നുള്ള രീതിയിൽ അവൻ ഓരോന്ന് പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല, എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് ചുച്ചു അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ ശരിക്കും ആരാണെന്നൊന്നും അവൾക്കിപ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ മുഖത്തെ മറുക് കാരണമായിരിക്കണം എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരാൻ പേടിക്കുന്നത് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അവൻ്റെ പേടി മാറ്റാനായി ഒരു ഗെയിമൊക്കെ കളിച്ചിട്ട് അവൾ നല്ലൊരു മൂഡ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ പറയുന്നതൊക്കെ കേട്ടപ്പോൾ കുട്ടിക്കാലത്ത് അമ്മയും ഇതേപോലെ തന്നോട് പറയുമായിരുന്നല്ലോ എന്നൊക്കെ ലൂഷി ഓർക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഒരു മാജിക്ക് കാണിക്കാമെന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിന്ന് എന്തോ ഒരു പൊടി അങ്ങോട്ടേക്കൊക്കെ വിതറുന്നുണ്ട്. അത് ചെന്ന് വീഴുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിളക്കുകൾ തനിയെ തെളിയാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിളക്കുകളും തെളിയുന്നുണ്ട്. ഒരു മാജിക്ക് കാണിക്കുന്നത് പോലെയാണ് അവനിത് ചെയ്തത്. ചുച്ചു കുറച്ച് എക്സൈറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അവൻ അവളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അവളുടെ അമ്മയുടെ ശ്മശാനത്തിൽ വെച്ചാണല്ലോ. അവിടെ രാത്രിയിൽ പോകാൻ അവൾക്കൊരു പേടിയുമില്ല. പിന്നെ ഇതേപോലെ ഒരു സ്ഥലത്ത് പ്രേതമുണ്ടെന്ന് പറഞ്ഞ് അവൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിച്ച് അവൻ കളിയാക്കുന്നുണ്ട്. അവിടെ ഉള്ളത് എൻ്റെ അമ്മയാണ്, അമ്മയെ കാണാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചുച്ചു തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ മാസ്ക് വെച്ച് എന്നെ നിനക്ക് പേടിയില്ല എന്ന് അവൻ ചോദിച്ചപ്പോൾ നിന്റെ മുഖത്ത് അടയാളമുള്ളതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അതിൽ ഇത്ര പേടിക്കാൻ എന്താണുള്ളത് എന്നവൾ പറയുന്നു. കൂട്ടത്തിലാണ് സ്വർണ്ണമോതിരം കൊണ്ട് ഉരസിയാൽ ആ പാട് മാറാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അടുത്തിടെ അറിഞ്ഞതിനെ പറ്റി അവൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്ത് വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നവൾ പറയുന്നു. മോതിരം തിരികെ വേണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ വേണ്ട എന്നവൾ പറയുന്നുണ്ട്. അങ്ങനെ ബർത്ത് മാറാനുള്ള വഴികളൊന്നും തൽക്കാലം അറിയാത്തതുകൊണ്ട് ഇനി ഒരിക്കലും അവളുടെ മുന്നിൽ തന്റെ മുഖം കാണിക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞപ്പോൾ ബർത്ത് ഉണ്ടെന്ന് കരുതി നിന്റെ മുഖം കാണിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒരാളുടെ രൂപം നോക്കിയിട്ടല്ല അയാളെ വിലയിരുത്തേണ്ടത്. നിന്റെ സ്വഭാവം വളരെ നല്ലതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ കാണുന്നതിന് എനിക്ക് യാതൊരു പേടിയുമില്ല, നിന്നെ അംഗീകരിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല എന്നൊക്കെ അവൾ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നീ എൻ്റെ മുഖം കാണാൻ പറഞ്ഞ് അവൻ മാസ്ക് കഴിക്കാൻ തയ്യാറാവുന്നുണ്ട്. അവളെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിപ്പിച്ചത്. അവൻ്റെ രൂപം എങ്ങനെയായാലും കുഴപ്പമില്ല, ഒരുപാട് നാൾ മുമ്പ് തന്നെ അവനെ നല്ലൊരു ഫ്രണ്ടായി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവനോടുള്ള ആറ്റിറ്റ്യൂഡിന് മാറ്റം വരില്ല എന്നൊക്കെ അവൾ വലിയ വാക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ലൂഷി മാസ്ക് കഴിക്കാനുള്ള ധൈര്യം കാണിച്ചത്. പക്ഷേ മാസ്ക് കഴിച്ച് അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ചുച്ചു ഞെട്ടിപ്പോകുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് മാസ്ക് ഒക്കെ തെറിച്ച് താഴെ പോകുന്നു. അവൻ സൗഹൃദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പേടിച്ച് പുറകിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾ ധൈര്യം കാണിക്കുന്നില്ല. അവൾ പേടിച്ചോന്ന് മനസ്സിലായതോടെ ലൂഷി കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നിൽക്കുന്നില്ല. താഴെ വീണ മാസ്ക് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ എൻ്റെ ശരിക്കുള്ള രൂപം നിന്നെ കാണിച്ചു തന്നു, നീ പേടിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യം മറ്റാരോടും പറയാൻ പാടില്ല എന്ന് അവൻ ആവശ്യപ്പെടുന്നു. അവൾ അത് സമ്മതിക്കുന്നുണ്ട്. അവൻ്റെ രൂപം എന്താണെങ്കിലും അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കില്ല എന്നാണല്ലോ അവൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ആ വാക്ക് തെറ്റിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. അവൾ താനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുമോ എന്ന് അവന് ശരിക്കും പേടിയുണ്ട്. ചുച്ചു ആണെങ്കിൽ അവൻ പോയി കഴിഞ്ഞിട്ട് പോലും അവനായിരുന്നു താൻ ഇത്രയും നാൾ ഇത്ര സൗഹൃദത്തോടെ സംസാരിച്ചത് എന്നുള്ള ഷോക്കിൽ നിന്ന് മാറുന്നില്ല. അടുത്ത ദിവസം നേരത്തെ വാക്ക് പറഞ്ഞതുപോലെ യാൻഷിങ്ങിന്റെയും യുൻഷിയുടെയും ഒക്കെ ഒപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് അവൾ ആകെ മൂടിയായിരുന്നു. അവളുടെ മൂഡ് ഓഫ് കണ്ടിട്ട് യാൻഷിക് കാരണം തിരക്കുന്നുണ്ടെങ്കിലും എന്താണ് സംഭവം എന്നൊന്നും അവൾ യാൻഷിങ്ങിനോട് പറയുന്നില്ല. അവർ ക്ഷേത്രത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ ഇൻസ്പെക്ടർ ഷൂവും ജിയാങ്ങും കൂടി നിൽപ്പുണ്ടായിരുന്നു. ചുച്ചു നേരത്തെ തന്നെ അവരോട് അവിടേക്ക് വരാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് മീറ്റ് ചെയ്തതുപോലെയാണ് അവർ തമ്മിൽ സംസാരിച്ചത്. നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിയാങ്ങിന് ചുച്ചുവിനൊപ്പം പോയി പ്രാർത്ഥിക്കാൻ നല്ല താല്പര്യത്തിൽ നിൽക്കുകയാണ്. അവൻ അവളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അവനിങ്ങനെ തന്നോടൊരു താല്പര്യമുള്ളതിനെ പറ്റി ചുച്ചുവിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആദ്യം അവൾ അവൻ്റെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. പിന്നെ അവന് നല്ലൊരു പങ്കാളിയെ കിട്ടാൻ വേണ്ടി കൂടെ വരാമെന്ന് പറഞ്ഞ് അവൾ കൂടെ ചെല്ലാൻ തയ്യാറാവുന്നു. അങ്ങനെ അവളും ജിയാങ്ങും കൂടി അകത്തേക്ക് പോകുന്നു. ഇൻസ്പെക്ടർ ഷൂ യാൻഷിങ്ങിനെയും യുൻഷിയെയും അവിടെ എല്ലാം കൊണ്ടാണെന്ന് കാണിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കൊരു ശല്യമാകണ്ട എന്ന് കരുതി യുൻഷിയെ അവരുടെ കൂടെ പോവാതെ തനിച്ചാണ് പോയത്. അതിനുശേഷം യാൻഷിങ് ഇൻസ്പെക്ടർ ഷൂവിന്റെ ഉടകത്തെ കയറി പോകുന്നു. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ഷൂ അവളോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, തലേ ദിവസം ചുച്ചു ജിയാങ്ങിനോട് അവളും ഷെന്തുവും ഒരു ഫേക്ക് കപ്പിളാണ് എന്ന് പറയുന്നതിനെ പറ്റിയൊക്കെ അവൻ കേട്ടിരുന്നു. തന്നെയും യാൻഷിങ്ങിനെയും കൂടി മാച്ചാക്കുന്നതിന് വേണ്ടിയാണ് ചുച്ചു ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് എന്നും അവരുടെ സംസാരത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അവന് അവളോട് അങ്ങനെ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് നേരിട്ട് അതിനെപ്പറ്റി ചോദിക്കുന്നത്. എന്ത് മറുപടി പറയണമെന്നറിയാതെ ആദ്യം യാൻഷിങ് ഒന്ന് അമ്പരന്ന് പോകുന്നുണ്ട്. ചുച്ചുവും ജിയാങ്ങും കൂടി ഈ സമയം ക്ഷേത്രത്തിനുള്ളിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫോർച്യൂൺ സ്റ്റിക്കുകൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചുച്ചുവിന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ അവർ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൾ അവിടെ ഉണ്ടായിരുന്ന ബോക്സിൽ നിന്ന് ഒരു സ്റ്റിക്ക് എടുത്തപ്പോൾ 24ാമത്തെ കാർഡ് നോക്കാനാണ് കാണിച്ചത്. ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് തന്നെ വീണ്ടും കിട്ടുന്നു.
അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജിയാങ്ങും കൂടി ഒരിക്കൽ കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതേ നമ്പർ തന്നെ ആണ് കിട്ടിയത്. അങ്ങനെ 3 തവണ ഒരേ നമ്പർ തന്നെ വന്നതുകൊണ്ട് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ ജിയാങ് ആ കാർഡുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കുറെ കാർഡുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 24ാമത്തെ നമ്പർ എടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ഇപ്പോൾ അത് തിരിച്ചറിയാനുള്ള സമയമായിരിക്കുന്നു എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നൊന്നും ചുച്ചുവിന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നിടത്ത് ഇനി കൂടുതൽ എന്ത് മനസ്സിലാക്കാനെന്നാണ് ജിയാങ്ങിന്റെ ഭാവം. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാവാത്തതുപോലെ ചുച്ചു വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തിരികെ പോകുന്നു. യാൻഷിങ്ങിന് തന്നോട് വിവാഹം കഴിക്കാനുള്ള രീതിയിലുള്ള താല്പര്യമുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ഷൂ അവളോട് തുറന്ന് ചോദിച്ചിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തെ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത്, അല്ലാതെ മറ്റൊരു താല്പര്യവും അദ്ദേഹത്തിനോട് ഇല്ല എന്ന് അവൾ തുറന്നു പറയുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. അവളോടും സ്വന്തം സഹോദരിയോടുള്ളതുപോലെ ഒരു കരുതലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവളത് പറയുകൂടി ചെയ്തപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നമുക്ക് മരിക്കുന്നത് വരെ സഹോദരന്മാരായി ഇരിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യാൻഷിങ് അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അവളെ സഹോദരിയായി അംഗീകരിച്ചതിന്റെ സന്തോഷത്തിനു വേണ്ടി തന്റെ കമാൻഡ് ടോക്കൺ അദ്ദേഹം അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. പക്ഷെ അത് അവന്റെ ആർമിയെ കമാൻഡ് ചെയ്യുന്ന ടോക്കൺ ആയതുകൊണ്ട് തന്നെ യാൻഷിങ് അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. ഈ ടോക്കൺ ഉണ്ടായിട്ടൊന്നുമല്ല ആർമിയിലുള്ളവർ എന്നെ അനുസരിക്കുന്നത്, അല്ലെങ്കിലും അവർ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും. പക്ഷെ ഇത് നിന്റെ കൈവശം ഇരുന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും അപകടഘട്ടത്തിൽ നിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സഹായിച്ചേക്കും. ഈ ടോക്കൺ ഉണ്ടെങ്കിൽ ആർമിയിലുള്ള എല്ലാവരും നീ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷൂ അത് അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അങ്ങനെ ചുച്ചു ഒരു കപ്പിളാക്കാൻ വേണ്ടി കൊണ്ടുവന്ന അവർ രണ്ടുപേരും സഹോദരങ്ങളായിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. യാൻഷിങ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ യുൻഷിയെ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നിനക്ക് ഇൻസ്പെക്ടർ ഷൂവിനെയും ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെന്തുവിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിനെ നിന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പം? ഇത്രയും നല്ലൊരാളെ എവിടെ കണ്ടുകിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറെ കുറ്റപ്പെടുത്തുന്നു. യുൻഷിയയ്ക്ക് ഇൻസ്പെക്ടർ ഷൂവിനോട് നല്ല താല്പര്യമുള്ളതുപോലെയാണ് യാൻഷിങ്ങിന് അത് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. അതുകൊണ്ട് അവൾ അത് തുറന്ന് ചോദിക്കുന്നു, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിൽ എന്താണ് കുഴപ്പം? ഞാൻ ഈ സിറ്റിയിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് അപകടമുണ്ടായ സമയത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചത് അദ്ദേഹമാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും സ്വഭാവവും രീതികളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. അല്ലാതെ ഷെന്തുവിനെ പോലെ മസിൽ പിടിച്ച് നടക്കുന്ന സ്വഭാവമല്ലല്ലോ. ഷെന്തു ആണെങ്കിൽ ആരോടും മര്യാദയ്ക്കൊന്നും മിണ്ടില്ല. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവൻ ആരെയും ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഇൻസ്പെക്ടറിനെ ആണ് എന്നൊക്കെ യുൻഷിയ പറയുന്നു. ഇത്ര പെട്ടെന്ന് അവളുടെ ചോയ്സ് മാറിയത് കണ്ടപ്പോൾ യാൻഷിങ്ങിന് ചിരി വരുന്നുണ്ട്. എന്നാലും അവർ ഒരുമിക്കുകയാണെങ്കിൽ അവൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോഴേക്കും ചുച്ചുവും അവർക്കടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി ക്ഷേത്രം ചുറ്റി കാണാനായി പോകുന്നു. അവർ കുറെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് കുറെ ആളുകൾ തടിച്ചു തൂണ്ടി നിൽക്കുന്നത് കണ്ട് എന്താണെന്ന് അന്വേഷിക്കുന്നു. അവിടെ ഒരു സർപ്പകന്യക പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നാണ് ആളുകൾ പറഞ്ഞത്. ശരിക്കും അമരത്വം കിട്ടി അവർ സ്വർഗത്തിലേക്ക് പോവേണ്ടതായിരുന്നു. പക്ഷേ ഭൂമിയിൽ തന്നെ താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അമരത്വം നിഷേധിച്ചിട്ട് ഇവിടേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഈ സർപ്പകന്യക അതീവ സുന്ദരിയാണ്. അവളുടെ സൗന്ദര്യം പോലെ ഇവിടുത്തെ സ്ത്രീകൾക്കും സൗന്ദര്യമുണ്ടാവാൻ സഹായിക്കുന്ന ചില ദിവ്യ ഔഷധങ്ങളും അവളുടെ കൈവശമുണ്ട്. ഇതൊക്കെ ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് അവർ നിൽക്കുന്ന സമയത്ത് പാഞ്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് പാഞ്ചിയെ കണ്ടപ്പോൾ ഇനി ചുച്ചു പാഞ്ചിയെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചതാണോ എന്ന് യാൻഷിങ് സംശയിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു അറിവുമില്ലെന്ന് ചുച്ചു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആരും ക്ഷണിച്ചിട്ടല്ല താൻ അങ്ങോട്ടേക്ക് വന്നത്, ഈ സർപ്പകന്യയെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ് എന്ന് പാഞ്ചിയും സമ്മതിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഒരു കല്ലെടുത്ത് പാഞ്ചിയുടെ കാലിലേക്ക് എറിഞ്ഞ് അവനെ മറിച്ച് വീഴ്ത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആരാണ് ചെയ്തത് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. അങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ആളിനോട് പുറത്തേക്ക് വരാൻ അവൾ ആവശ്യപ്പെടുന്നു. വന്നത് ജാനിലിനാണ്. ചെന്തുവിന് വീട്ടിലിരുന്ന് ഒരു സമാധാനവും ഇല്ലാത്തതുകൊണ്ട് യാൻഷിങ്ങിനെ വാച്ച് ചെയ്യാൻ വേണ്ടി അവളെ പറഞ്ഞയച്ചതായിരുന്നു. അവൾ പോകുന്നത് കാരണം ചെന്തുവിന് ഒരു സുഖവുമില്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവൻ കുറെ പരാതികൾ പറയുന്നു. അവൾ ഇങ്ങോട്ട് പോന്നിട്ട് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, ഇതിനിടയിൽ ഇത്രയൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ച് ചുച്ചു അവനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ യാൻഷിങ് അതെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിൽ അവന്റെ ഒപ്പം തിരികെ പോകാൻ തയ്യാറാവുന്നുണ്ട്. അവൾ അങ്ങനെ പെട്ടെന്ന് തിരികെ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ പാഞ്ചിക്ക് നിരാശ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവൾ സ്വന്തമായി പോകാൻ തീരുമാനിച്ചതുകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ യാൻഷിങ് ജിംഗ്ലിനൊപ്പം അവിടെ നിന്ന് പോകുന്നു. ചുറ്റും യുൻഷിയെയും കൂടി സർപ്പകന്യയെ കാണാനായി ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി നിന്നിട്ട് ഒരു കർട്ടന് പുറകിലാണ് സർപ്പകന്യക ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല, ഒരു തുണി കൊണ്ട് മുഖം മറച്ചിട്ടുമുണ്ട്. എന്നാലും ബാക്കി കാണാവുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോൾ അവൾ അതീവ സുന്ദരിയാണ്. അവിടെ നിൽപ്പുണ്ടായിരുന്ന സ്ത്രീ അവളുടെ അമരത്വത്തെക്കുറിച്ചും ദിവ്യ ഔഷധങ്ങളെക്കുറിച്ചും ഒക്കെ ആളുകളോട് പറയുന്നു. ഈ സമയത്ത് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ഈ ഔഷധങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് വാങ്ങിക്കൂട്ടാൻ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം കൂടി ഭയങ്കരമായ ബഹളം വയ്ക്കുന്നു. ചുച്ചുവിനും യുൻഷിയേക്കും അതിൽ നിന്ന് ഓരോന്ന് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അവർ ആലോചിച്ചൊരു തീരുമാനമെടുത്ത് കാശൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും മരുന്ന് മുഴുവൻ തീർന്നു കഴിഞ്ഞിരുന്നു. ഇനി മറ്റൊരു ദിവസമാണ് ഇതുണ്ടാവുക എന്ന് പറഞ്ഞ് ബാക്കിയുണ്ടായിരുന്നവരെ ആ സ്ത്രീ തിരികെ അയക്കുന്നു. എല്ലാവരും തിരികെ പോകുന്നുണ്ടെങ്കിലും പാഞ്ചിക്ക് മാത്രം അവിടെ നടന്നു വന്നും അത്ര ദഹിച്ചിട്ടില്ല. കുറെ സംശയത്തോടെയാണ് അവൻ അവിടെ നിന്ന് തിരികെ പോയത്. യാൻഷിങ് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഷെന്തു ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പോയതിൽ ചെറിയ പിണക്കമുള്ളത് കൊണ്ട് തന്നെ ആദ്യം അവൻ കുറച്ച് മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ തലയണക്കയിലിരിക്കുന്ന ആ ബോക്സ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു.
അവൻ്റെ ലവർ നൽകിയ ബോക്സ് ആണത് എന്നാണല്ലോ അവളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ അവനോട് പിന്നെ കൂടുതൽ സംസാരിക്കാൻ അവൾക്ക് മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോയതിൻ്റെ വിശേഷങ്ങളൊന്നും അവൾ പറയാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് അവളുടെ ഡ്രസ്സിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇൻസ്പെക്ടർ ഷൂവിൻ്റെ കമാൻഡ് ടോക്കൺ ഷെന്തു കണ്ടത്. അവൻ അത് അവൾക്ക് നൽകണമെങ്കിൽ ഇവർ ഭാവിയിൽ ഒരുമിക്കാൻ തീരുമാനിച്ചു കാണുമോ എന്നൊക്കെ അവന് സംശയമാവുന്നു. അങ്ങനെ അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആ ബോക്സ് അവിടെ ഇരിക്കുന്നതിന്റെ ദേഷ്യത്തിൽ യാൻഷിങ്ങാണെങ്കിൽ സത്യം പറയാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചാൽ തന്നെ നിനക്കെന്താണെന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെട്ട് ഉറങ്ങാൻ പോയി കിടക്കുന്നു. സംഭവിച്ചത് എന്താണെന്നൊന്നും ഒരു വ്യക്തതയുമില്ലാതെ ഷെന്തു ആകെ വിഷമത്തിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നേരത്തെ ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആ സർപ്പകന്യകയാണ്. ശരിക്കും പറഞ്ഞാൽ സർപ്പകന്യകയൊന്നുമല്ല, ഒരു സാധാരണ പെൺകുട്ടിയാണ്. അവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീ അവളെ അവിടെ തട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്യിച്ച് ഓരോന്ന് ചെയ്യിക്കുന്നതാണ്. അവർക്ക് സഹായത്തിനായി ഒരു കാവൽക്കാരനുമുണ്ട്. അയാൾ അതിന്റെ താഴെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ പെൺകുട്ടി രാവിലെ മുതൽ ഇതുവരെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഇത്രയും സമയമായപ്പോഴേക്കും എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പകൽ സമയത്ത് അവൾക്ക് എല്ലാവരും മുന്നിൽ വെച്ച് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല കഴിച്ചു കഴിയുമ്പോൾ അവൾ ടോയ്ലറ്റിൽ പോകണമെന്ന് വല്ല ആവശ്യപ്പെട്ടാൽ പിന്നെ തങ്ങളുടെ കള്ളമെല്ലാം പൊളിയുമല്ലോ. അതുകൊണ്ട് ഇത്രയും നേരം അവൾക്ക് ആഹാരമൊന്നും കൊടുക്കാതെ ആ സ്ത്രീ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആരും അവിടെയൊന്നും ഇല്ല എന്ന് കണ്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ തയ്യാറാവുന്നു. അങ്ങനെ അവളോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന ആ സമയത്താണ് പാഞ്ചി അവിടെ എത്തി ആ സ്ത്രീയെയും കാവൽക്കാരെയും ഒരു പൊടി ഉപയോഗിച്ച് ബോധം കെടുത്തിയത്. ആ പെൺകുട്ടി ശരിക്കും പേടിച്ചു പോകുന്നു. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, അവളെ രക്ഷപ്പെടുത്താനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തി അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ദൂരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഇനി പോയിക്കോളാൻ പാഞ്ചി അവളോട് പറയുന്നുണ്ട്. തന്നെ സഹായിച്ചതിന് പകരമായി നൽകാൻ തന്റെ കയ്യിൽ വിലപിടിപ്പുള്ളത് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഒരു ജെയ്ഡ് എടുത്ത് അവന് സമ്മാനിക്കാൻ തുടങ്ങുന്നു. ആദ്യം അത് വേണ്ടെന്ന് അവൻ പറയാൻ തുടങ്ങിയതാണ്. പക്ഷെ ഷെൻഹുവോയുടെ സെക്റ്റുകാരുടെ ജെയ്ഡ് ആണ് എന്ന് കണ്ടപ്പോൾ അവൻ അത് വാങ്ങി നോക്കുന്നു. ആ ജെയ്ഡ് കൈവശമുള്ളത് കൊണ്ട് തന്നെ അവൾ ആ സെക്റ്റിലെ അംഗമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളെ തട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് തട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അത്, അല്ലാതെ ആ സെക്റ്റുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അവൻ കുറച്ച് കാര്യങ്ങൾ കൂടി ആ പെൺകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്തൊക്കെയോ ചില സംശയങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ അവളെ തനിയെ വിടാതെ തിരിച്ച് അവളെ നേരിട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് പോയത്. എന്തുവിന്റെ പരിക്ക് കുറച്ചൊന്ന് ഭേദമായി കഴിഞ്ഞപ്പോൾ അവൻ കൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് രാജ്ഞി യാൻഷിങ്ങിനെ കാണാനായി ഓർഡർ നൽകിയിട്ടുണ്ട് എന്ന് അവന്റെ അസിസ്റ്റന്റ് വന്ന് അറിയിച്ചത്. അങ്ങനെ യാൻഷിങ് ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഷെൻഹുവോയുടെ കേസ് തെളിയിക്കുന്നതിന് ഷെന്തുവിന്റെ പങ്ക് വളരെ വലുതാണ്. അതിന് തക്കതായ ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഷെന്തു ഇപ്പോൾ പരിക്കേറ്റ് റെസ്റ്റ് എടുക്കുകയല്ലേ, അതുകൊണ്ടാണ് അവന് പകരമായിട്ട് അവളെ വിളിപ്പിച്ചത് എന്ന് രാജ്ഞി പറയുന്നു. എന്ത് സമ്മാനമാണ് നൽകേണ്ടതെന്നും അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കതിനൊരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. അവളെ സഹായിക്കാനെന്നോണം മാഡം ഷു ഷെന്തുവിന് ഇപ്പോൾ തന്നെ ഒരുപാട് അധികാരങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും കൂടുതൽ പ്രമോഷൻ നൽകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഷെന്തുവിന് പ്രമോഷൻ നൽകുന്നതിന് പകരം യാൻഷിങ്ങിന് പ്രമോഷൻ നൽകാൻ രാജ്ഞിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. രാജ്ഞി അത് സമ്മതിച്ച് ഇപ്പോഴത്തെ അവളുടെ പൊസിഷനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന നിലയിലുള്ള ഹിസ്റ്റോറിയൻ എന്ന പദവി അവൾക്ക് നൽകാൻ തയ്യാറാവുന്നു. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് ആ സ്ഥാനം നേടിയെടുക്കണമെന്നാണല്ലോ യാൻഷിങ് ആഗ്രഹിക്കുന്നത്. അടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന ഒഫീഷ്യൽസിന് വേണ്ടിയുള്ള എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ എക്സാമിൽ എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു പദവി കിട്ടിയാൽ മതി, അല്ലാതെ ഇങ്ങനെ എളുപ്പ വഴിയിലൂടെ ഇങ്ങനെ ഒരു സ്ഥാനം വേണ്ട എന്ന് യാൻഷിങ് തുറന്നു പറയുന്നു. രാജ്ഞി അവൾക്ക് അറിഞ്ഞുകൊടുത്ത ഒരു സ്ഥാനം അവൾ നിരസിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് രാജ്ഞിക്ക് ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടി അപ്പോഴും മാഡം ഷു അവളുടെ സഹായത്തിന് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ രാജ്ഞി നൽകിയ ഈ പ്രമോഷൻ അവൾക്ക് കിട്ടിയാൽ തന്നെയും ഒഫീഷ്യൽസിന് വേണ്ടിയുള്ള ടെസ്റ്റ് എഴുതുന്നതിന് തടസ്സമില്ല. ആ ടെസ്റ്റ് അന്ന് എഴുതി അവൾക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ സ്ഥാനമായ ക്ലർക്കിലേക്ക് തന്നെ അവൾ തിരിച്ചു വരും. പാസ്സാവുകയാണെങ്കിൽ ഹിസ്റ്റോറിയനായി തുടരാം. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രമോഷൻ കിട്ടിയാലും എക്സാം എഴുതുന്നതുമായി അതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ മാഡം ഷു അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ യാൻഷിങ് അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി രാജ്ഞിയുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചതിന് അവൾ മാഡം ഷുവിനോട് നന്ദി പറയുന്നുണ്ട്. പക്ഷേ യാൻഷിങ് അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് രാജ്ഞിയുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലായിരിക്കും. അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഷെന്തു ഒരു റിക്വസ്റ്റ് അയച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവളെ ഹെൽപ്പ് ചെയ്തത് എന്ന് മാഡം ഷു പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെയും യാൻഷിങ്ങിനോട് നേരത്തെ തന്നെ അവർക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഷെന്തുവും അവളെ ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് ഉറപ്പായും മാഡം ഷു അതനുസരിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി ഷെന്തു ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയും മറ്റും ചെയ്യുന്നതുകൊണ്ട് എന്തായാലും വിവാഹത്തിന്റെ കരാർ അവസാനിക്കുന്നത് വരെ അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ആ കടമയെല്ലാം ഭംഗിയായി പൂർത്തിയാക്കണം എന്ന് യാൻഷിങ് അപ്പോൾ തീരുമാനിക്കുന്നുണ്ട്. അന്ന് തന്നെ മറ്റൊരു സംഭവം നടക്കുന്നു. പ്രിൻസസ് സാവയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. സാവ ഇവളുടെ പേടിയോടെയാണ് അങ്ങോട്ടേക്ക് ചെന്നത്. ഹാനും സാവയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ് എന്ന് പ്രിൻസസ് അറിഞ്ഞിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാൻ എന്ന രീതിയിലാണ് പ്രിൻസസ് അവളെ വിളിപ്പിച്ചത്. വിവാഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന രീതിയിൽ ഒരു ചായ അവൾക്ക് കുടിക്കാനായി പ്രിൻസസ് നൽകുന്നുണ്ട്. പക്ഷെ അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാകുമോ എന്ന് പേടിച്ച് സാവൈ അത് കുടിക്കാൻ വളരെയധികം മടിക്കുന്നുണ്ട്. പക്ഷേ പ്രിൻസസിന്റെ നിർബന്ധം കാരണം അവസാനം അവൾക്കത് കുടിക്കേണ്ടി വരുന്നു. അവൾ അവിടെ നിന്ന് തിരികെ പോകാനായി പുറത്തേക്കിറങ്ങിയ സമയത്ത് അവൾക്കെതിരെ വന്ന ഒരു പെൺകുട്ടി അബദ്ധത്തിൽ അവളെ ഇടിച്ച് വീഴാൻ തുടങ്ങുന്നുണ്ട്. സോറി പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയും ചെയ്യുന്നു.
അന്ന് വൈകിട്ട് യാൻഷിങ് ഓഫീസിൽ നിന്ന് തിരികെ ചെന്തുവിന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവളുടെ വീട്ടിൽ നിന്ന് ഒരു ജോലിക്കാരൻ അവിടെ എത്തി സാവയ്ക്ക് നല്ല സുഖമില്ലാതുകൊണ്ട് അത്യാവശ്യമായി അവൾ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ അകത്തേക്ക് പോലും കയറാതെ യാൻഷിങ് വീട്ടിലേക്ക് ഓടുന്നുണ്ട്. അവൾ ചെല്ലുമ്പോൾ സാവയുടെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ബോധമൊന്നുമില്ല, വിളിച്ചിട്ട് യാതൊരു അനക്കവും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അവളെ പരിശോധിച്ച ഫിസിഷ്യൻ പറഞ്ഞതനുസരിച്ച് എന്താണ് അവളുടെ അസുഖമെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ വിഷമത്തോടെ അവളുടെ അടുത്ത് നിൽപ്പുണ്ട്. ഹാനും അവിടെ ഉണ്ട്. യാൻഷിങ്ങും തനിക്ക് അറിയാവുന്നത് പോലെയൊക്കെ അവളെ ചെക്ക് ചെയ്യുന്നു. ഈ സമയത്താണ് അവളുടെ കഴുത്തിന് പുറകിലായി ഒരു അടയാളം യാൻഷിങ് ശ്രദ്ധിക്കുന്നത്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ലക്ഷണങ്ങളിൽ നിന്നൊക്കെ അവൾക്ക് വിഷം ഏറ്റിരിക്കുകയാണ് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. സാവൈ എന്ന പ്രിൻസസിന്റെ കൊട്ടാരത്തിലേക്ക് പോയിരുന്നത് കൊണ്ട് തന്നെ പ്രിൻസസ് ആയിരിക്കുമോ അവളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വിഷം നൽകിയത് എന്നൊരു സംശയം എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാവുന്നു. സാവയുടെ ഇപ്പോഴത്തെ കണ്ടീഷന് കാരണക്കാരൻ താനാണ് എന്ന് ഹാൻ കുറ്റബോധത്തോടെ പറയുന്നുണ്ട്. അവൻ കാരണമാണ് മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് സാവയുടെ അമ്മയും അവനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അച്ഛൻ മാത്രം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ അന്ന് സംഭവിച്ചിട്ടുണ്ടാകാവുന്ന ഓരോ കാര്യങ്ങളും അവർ വിലയിരുത്തി നോക്കിയപ്പോഴാണ് ഷെൻഹുവോ ആയിരിക്കണം ഇങ്ങനെ ഒരു വിഷം അവളിൽ ഏൽപ്പിച്ചത് എന്ന സംശയം അവർക്കുണ്ടാകുന്നത്. പക്ഷേ ഷെൻഹുവിന്റെ കൈകൊണ്ട് ഷെൻഹുവോ കൊല്ലപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് ഷെൻഹുവോ ഇവൾക്ക് വിഷം ഏൽപ്പിക്കുക എന്ന് യാൻഷിങ് സംശയിക്കുന്നു. അപ്പോഴാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പോയിരുന്ന അവളുടെ ബ്രദർ അങ്ങോട്ടേക്ക് വന്നത്. അവന്റെ അന്വേഷണത്തിൽ നിന്ന് ഷെൻഹുവയുടെ സെക്ടർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വിഷമാണ് സാവയുടെ ശരീരത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്നു. അതിനെപ്പറ്റി അവൻ അവരോട് പറയുന്നു. എല്ലാവരും സംശയിക്കുന്നത് പോലെ ശരിക്കും ഷെൻഹുവയുടെ സെക്റ്റിന്റെ വിഷമാണ് സാവയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെങ്കിൽ അതിന് കാരണക്കാരി യാൻഷിങ് ആണ് എന്ന് ഹാൻ ഈ സമയത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഷെൻഹുവയ്ക്ക് ഇപ്പോൾ ആ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പകയുള്ളത് അവളോടാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ അപകടത്തിലാക്കേണ്ടി വന്നാൽ പോലും സാവയെ രക്ഷിക്കാനുള്ള വഴി കണ്ടെത്തുമെന്ന് പറഞ്ഞ യാൻഷിങ് അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. പക്ഷെ അവളുടെ അച്ഛൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് നീയും എൻ്റെ മകളാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു മകൾ ഈ അവസ്ഥയിലായി, ഇനി നീയും കൂടി നഷ്ടപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ യാൻഷിങ്ങിനും വിഷമം വരുന്നു. കാരണം ആദ്യമായിട്ടാണ് അച്ഛൻ അവളോട് ഇത്രയധികം കെയർ കാണിക്കുന്നത്. എന്തായാലും അതും കൂടി ആയപ്പോൾ എങ്ങനെയെങ്കിലും ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നൊരു വാശി അവൾക്കുണ്ടാവുന്നു. അവരോട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ ലൈബ്രറിയിലേക്കാണ് അവൾ പോയത്. അവിടെ ചെന്ന് ഈ വിഷത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്ന് അവൾ മെഡിക്കൽ ബുക്കുകളെല്ലാം മരിച്ചു പെറുക്കി പരിശോധിക്കാൻ തുടങ്ങുന്നു. ലുവോഷി അന്ന് രാത്രി ചുച്ചുവിന്റെ അമ്മയുടെ ശ്മശാനത്തിലേക്ക് വരുന്നുണ്ട്. അവൻ അവിടെ വന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ആരും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് വേഗം ഒളിച്ചു നിൽക്കുന്നു. ചുച്ചു ആയിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. അവൻ അവിടെ ഉള്ളത് അറിയാതെ അവൾ അവിടെ ഇരുന്ന് അമ്മയോട് സംസാരിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. അവനെ കാണാൻ ഇത്ര വരാൻ വൈകിയതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വെച്ച് അവനെ കാണേണ്ടി വരുമോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. എല്ലാവരുടെയും മുന്നിൽ അവൻ വലിയൊരു വില്ലനാണല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അവൻ്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് അമ്മയോടായി പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ലൂഷിക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നു. ഇത്തവണ അവനെ കണ്ടപ്പോൾ ചുച്ചുവിന് നേരത്തെ അത്ര പേടി തോന്നുന്നില്ല. എന്നാലും അവന്റെ സ്ഥാനത്തെ മാനിക്കുന്നത് പോലെ അവൾ ബഹുമാനമൊക്കെ കാണിക്കുന്നു. നമ്മൾ മാത്രമുള്ളപ്പോൾ ഇങ്ങനെ ഒരു ബഹുമാനത്തിന്റെയും ആവശ്യമില്ല. നിന്റെ ഫ്രണ്ടായിട്ടുള്ള ആ മുഖം മൂടിക്കാരനാണ് ഞാൻ എന്ന രീതിയിൽ എന്നോട് പെരുമാറിയാൽ മതിയെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. നിനക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് എന്നെ കാണാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു. ചുച്ചുവിന്റെ പേടി കുറെയൊക്കെ മാറിയിരുന്നതിനാൽ അവൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാ സീക്രട്സും പരസ്പരം പറയാറുണ്ട്. ആപത്ത് വരുമ്പോൾ പരസ്പരം സഹായിക്കാറുണ്ട്. നിനക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. നീ ആദ്യം ഒരു സീക്രട്ട് എന്നോടൊന്ന് ഷെയർ ചെയ്ത് നോക്ക്. അപ്പോൾ എനിക്ക് തിരിച്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനും ട്രൈ ചെയ്യാമെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് സീക്രട്ടൊന്നും അവൾക്ക് ഓർമ്മ വരുന്നില്ല. ഈയിടെ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണിയൊന്നും തരാതെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെന്തുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അവൾ പറയുന്നു. ഇത് സീക്രട്ടായിട്ട് കണക്കാക്കുമോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ലൂഷി അത് കേട്ട് ചിരിച്ചിട്ട് അവളോട് തിരിച്ചും ഒരു സീക്രട്ട് പറയുന്നു. യാൻഷിങ്ങിന്റെ ചേച്ചിയായ സാവയ്ക്ക് പോയിസൺ ഏറ്റിരിക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞു. അതിനുള്ള മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്റെ കൈവശമുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാനത് നൽകാൻ തയ്യാറാണ് എന്ന് അവൻ പറയുന്നു. എങ്ങനെയാണ് അവൻ ആ മരുന്നിന്റെ കുറിപ്പ് കിട്ടിയത് എന്ന് അവൾ ചോദിക്കുന്നു. ഷെൻഹുവയെ മുമ്പ് ചോദ്യം ചെയ്തത് അവനായിരുന്നല്ലോ. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും ചുച്ചു അത് വിശ്വസിക്കുന്നുണ്ട്. ഈ മരുന്ന് എത്രത്തോളം പ്രയോജനപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്തമൊന്നും ഏൽക്കില്ല. പിന്നെ ഇതിനകത്ത് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മിറർ ഇമേജ് പേഴ്സന്റെ ഹേർട്ട് ബ്ലഡ് ആണ്. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കണ്ടെത്താൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് സാവയുടെ വിധി അനുസരിച്ചിരിക്കും. പിന്നെ ഇത് ഞാനാണ് നിനക്ക് തന്നത് എന്നുള്ള കാര്യം നീ മറ്റാരോടും പറയാൻ പാടില്ല എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. ചുച്ചു അത് സമ്മതിച്ച് അവൻ നൽകിയ കുറിപ്പ് വാങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ യാൻഷിങ്ങിന്റെ അടുത്തെത്തി ചേച്ചിയെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മരുന്ന് കണ്ടെത്തിയോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ രാത്രി മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ബുക്കുകൾ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും യാൻഷിങ്ങിന് ഒരു വഴിയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ചുച്ചു ഈ മരുന്നിന്റെ കുറിപ്പടി അവൾക്ക് നൽകിയത്. ഇതെങ്ങനെ അവളുടെ കൈവശം കിട്ടിയെന്ന് യാൻഷിങ് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് എന്ന് മാത്രം
ചുച്ചു പറയുന്നു. തൽക്കാലം അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അന്വേഷിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാൻഷിങ് മരുന്നിന്റെ കുറിപ്പടിയുമായി അവിടെ നിന്ന് പോകുന്നുണ്ട്. മരുന്നിന്റെ ഇൻഗ്രീഡിയൻസിൽ മിറർ ഇമേജ് പേഴ്സന്റെ ഹേർട്ട് ബ്ലഡ് വേണം എന്നുള്ള കാര്യവും ചുച്ചു അവളോട് പറഞ്ഞിരുന്നു. ആകെ അങ്ങനെ ഒരു വ്യക്തിയെ അവർക്കറിയാമായിരുന്നുള്ളൂ, അത് ഷെൻഹുവാണ്. അവൾ കൊല്ലപ്പെട്ടും കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള മറ്റൊരാളെ എവിടെ കണ്ടെത്താൻ കഴിയും എന്നറിയാതെ യാൻഷിങ് അത് അന്വേഷിച്ചാണ് ആദ്യം പോയത്. പാഞ്ചിക്ക് ചിലപ്പോൾ ആരെങ്കിലും പരിചയമുണ്ടെങ്കിലോ എന്ന് കരുതി അവൾ അവനെ അന്വേഷിച്ച് അവന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവൾ ചെല്ലുന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന ഒരാളോട് അന്വേഷിച്ചപ്പോൾ ഒരു സുന്ദരിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായി ഉള്ള വഴി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിന്ന് പോയിട്ട് എന്നൊക്കെ അവൾക്ക് അറിയാൻ കഴിയുന്നു. ഇനി എവിടെ പോയി അന്വേഷിക്കും എന്നറിയാതെ യാൻഷിങ് വിഷമിച്ച് തിരികെ പോകുന്നുണ്ട്. സാവയ്ക്ക് ഇങ്ങനെ വിഷബാധയേറ്റ വിവരം ഈ സമയം പ്രിൻസസും അറിയുന്നു. അവിടെ നിന്ന് പോയ ശേഷമാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് പ്രിൻസസിനെ എല്ലാവരും സംശയിക്കുന്നുണ്ട് എന്നും അവർ അറിയുന്നു. സത്യത്തിൽ സാവയ്ക്ക് കുടിക്കാൻ നൽകിയ ചായയിൽ പ്രിൻസസ് കുറച്ച് മരുന്നുകൾ ചേർത്തിരുന്നു. പക്ഷേ അത് അവളുടെ ജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നുമല്ല, മറിച്ച് രാത്രിയിൽ കുറെ ദുസ്വപ്നങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നായിരുന്നു. ഇപ്പോൾ മനഃപൂർവ്വം തന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് മറ്റാരോ ആണ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രിൻസസിന് മനസ്സിലാവുന്നു. ഈ സമയത്താണ് പുറത്ത് ഭയങ്കരമായ ബഹളം കേട്ടത്. പ്രിൻസസ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ ഹാൻ പ്രിൻസസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാവൽക്കാർ അവനെ തടഞ്ഞ് ഉപദ്രവിക്കുന്നതിന്റെ ബഹളമായിരുന്നു അവിടെ കേട്ടത്. പ്രിൻസസ് ഓർഡർ നൽകുന്നതിനാൽ അവർ അടി നിർത്തുന്നു. സാവയുടെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹാൻ വന്നത്. മുമ്പ് അവനെ കൂടെ നിർത്താൻ പ്രിൻസസ് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോഴൊന്നും കൂടെ നിൽക്കാതെ ഇപ്പോൾ ഒരു പെണ്ണിന്റെ ജീവന് വേണ്ടി അവൻ തന്നെ മുന്നിൽ അപേക്ഷിക്കാൻ വന്നിരിക്കുന്നത് പ്രിൻസസിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. പക്ഷെ അവൻ എത്രയൊക്കെ അപേക്ഷിച്ചാലും അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള വഴി എനിക്കറിയില്ല, കാരണം ഞാനല്ല അവളെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞിട്ട് പ്രിൻസസ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. യാൻഷിങ് തലേ ദിവസം രാത്രി വീട്ടിലേക്ക് പോകാതെ ഓഫീസിലിരുന്ന ഫയലുകളൊക്കെ വായിക്കുകയായിരുന്നല്ലോ. അവൾ തിരികെ വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് അറിയാതെ ഷെന്തു ആകെ അസ്വസ്ഥനായി നിൽക്കുമ്പോഴാണ് അവന്റെ അസിസ്റ്റന്റ് അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ വീട്ടിൽ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും യാൻഷിങ് തന്റെ അടുത്തേക്ക് സഹായം ചോദിച്ചു വരാത്തത് എന്താണെന്ന് ഷെന്തു വിഷമിക്കുന്നുണ്ട്. താവോയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മരുന്നിന്റെ കുറിപ്പടി കിട്ടിയതും അതിനകത്ത് ഒരു ഇൻഗ്രീഡിയന്റ് കുറവുള്ള കാര്യവും ഒക്കെ അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നു. എന്താണ് വേണ്ടത് എന്നറിഞ്ഞപ്പോൾ ഷെന്തു നേരെ ലുവോഷിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അവർ ചെല്ലുന്ന സമയത്ത് അവിടെ എങ്ങും പുറമെ ആരെയും കാണാനുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഷെന്തു കുറച്ചുകൂടി അകത്തേക്ക് കയറി ചെല്ലുന്നു. ആ സമയത്ത് അവിടെ മുഴുവൻ ഒരു പുക വ്യാപിച്ചിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. ഇതിനിടയിൽ ആരോ അവന്റെ മുന്നിലൂടെയും പുറകിലൂടെയും ഒക്കെ ഓടുന്നത് പോലെ ഒരു ഫീലിംഗ് അവൻ അറിയാൻ കഴിയുന്നു. പക്ഷേ ആളുടെ മുഖം കാണാനും പറ്റുന്നില്ല. ലുവോഷിയുടെ സ്വഭാവം അനുസരിച്ച് അവനിങ്ങനെ ഒളിച്ചു കളിക്കുന്ന ശീലമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നതെന്ന് അവൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് മറുപടി ഒന്നും കിട്ടുന്നില്ല. അവൻ കുറച്ച് സമയം കണ്ണടച്ച് നിന്ന് എവിടെ കൂടാണ് ആൾ ഓടുന്നതെന്ന് ശ്രദ്ധയോടെ ചെവി ഓർത്ത ശേഷം ആ ഭാഗത്തേക്ക് ചാടി വീഴുന്നു. അങ്ങനെ ഓടുന്ന ആളുടെ മുന്നിൽ അവൻ ചെല്ലുന്നുണ്ട്. ഒരു പെണ്ണായിരുന്നു അത്. പക്ഷെ അവൻ മുഖം കാണുന്നതിന് മുമ്പ് അവൾ പെട്ടെന്ന് തന്റെ മുഖം മറയ്ക്കുന്നുണ്ട്. ശല്യപ്പെടുത്തിയതിന് അവൻ സോറി പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്നു. അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ ഷെന്തുവിന് അവർ ഷെൻഹു ആണോ എന്ന് സംശയം തോന്നുന്നു. അങ്ങനെ അവൻ അവളെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ലുവോഷി അവന്റെ മുന്നിലേക്ക് എത്തി അവനെ തടയുന്നുണ്ട്. ഷെന്തു എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് എന്ന് അറിയില്ല എന്ന രീതിയിലാണ് ലുവോഷി ആദ്യം അവനോട് സംസാരിച്ചത്. പക്ഷെ ആ മരുന്നിന്റെ കുറിപ്പടി യാൻഷിങ്ങിന്റെ കൈവശം എത്തിച്ചത് അവനാണ് എന്നും തന്നെ ഇവിടേക്ക് വരുത്തുകയാണ് അവന്റെ ഉദ്ദേശമെന്നുമൊക്കെ ഷെന്തുവിന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒന്ന് ഒളിക്കാൻ ശ്രമിക്കേണ്ട എന്ന് ഷെന്തു പറയുന്നുണ്ട്. ഷെൻഹുവയുടെ ഹേർട്ട് ബ്ലഡ് നിന്റെ കൈവശം കാണും എന്ന് എനിക്കറിയാം. അത് വെച്ച് എന്നോട് വില പേശാനല്ലേ നീ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകമെന്ന് ഷെന്തു ചോദിക്കുന്നു. അവൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ലുവോഷി പറയുന്നുണ്ടെങ്കിലും ഹേർട്ട് ബ്ലഡ് തന്റെ കൈവശമുണ്ട് എന്ന് അവൻ സമ്മതിക്കുന്നു. പക്ഷേ അത് നൽകുന്നതിന് മുമ്പ് ഷെന്തുവിനെ അവൻ ചായ കുടിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അവൻ തന്നെയാണ് ചായ റെഡിയാക്കി നൽകിയത്. അവൻ നൽകുന്നത് കുടിക്കരുത്, എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഷെന്തുവിനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷെന്തുവിന് ലുവോഷിയെ വിശ്വാസമുള്ളതുപോലെ അവൻ മുന്നിൽ വെച്ച് ചായ എടുത്ത് കുടിക്കുന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ കുടിച്ച ചായക്കപ്പിലായിരുന്നു ആ ബ്ലഡ് ഉണ്ടായിരുന്നത് എന്ന് ലുവോഷി പറയുന്നത്. അവൻ ഷെന്തുവിനെ പറ്റിച്ച് ആ ബ്ലഡ് കുടിപ്പിച്ചു എന്നാണ് അസിസ്റ്റന്റ് കരുതിയത്. പക്ഷേ ഷെന്തു സംശയം തോന്നി ആ കപ്പ് എടുത്ത് നോക്കുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു കപ്പായിരുന്നു അത്. അതിന്റെ ഉള്ളിലായിട്ട് ഷെൻഹുവയുടെ ഹേർട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ഒരു പ്രത്യേക ഡിസൈനറെ വിളിച്ചു വരുത്തിയാണ് ഞാൻ ഇങ്ങനെ ഒരു കപ്പ് ഉണ്ടാക്കിയത്. സത്യത്തിൽ നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ നീ അതിൽ പലതും ശ്രദ്ധിക്കാതെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നീ വിചാരിക്കുന്നത് പോലെ ഞാനത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവനല്ല എന്നൊക്കെ ഷെന്തുവിന് എന്തൊക്കെയോ സൂചനകൾ നൽകുന്നത് പോലെ ലുവോഷി അപ്പോൾ പറയുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവൻ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തുദ്ദേശത്തോടെയാണ്, എന്താണ് അവന് പകരം വേണ്ടത് എന്ന് ഷെന്തു അവനോട് ചോദിക്കുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും വേണ്ട. പക്ഷെ ഞാൻ ഈ ചെയ്ത കാര്യം നീ ഒരിക്കലും മറക്കരുത്. ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ ഇതിന്റെ രണ്ടിരട്ടിയായി നീ എനിക്കിത് തിരികെ തരേണ്ടി വരും എന്ന് ലുവോഷി അവനോട് പറയുന്നു. ഷെന്തു അതിന് മറുപടി ഒന്നും പറയാൻ തയ്യാറാവാതെ സംശയിച്ചിരിക്കുന്നുണ്ട്. നിനക്ക് നിന്റെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത്. നീ ഇതിൽ മടി കാണിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ ലുവോഷി പറഞ്ഞപ്പോൾ ആ ബ്ലഡ് കൊണ്ടുപോകാൻ അവൻ തയ്യാറാവുന്നു. അതിന് പകരമായി ലുവോഷി ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഇപ്പോൾ ചെയ്ത കാര്യം മറക്കാതെ ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ അവന് പ്രത്യുപകാരം ചെയ്യാൻ തയ്യാറാവാം എന്നും ഷെന്തു സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൻ
അവൻ അതുമായി അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ട ആ സ്ത്രീ ലുവോഷിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തിനാണ് എന്റെ മുഖം ഷെന്തുവിനെ കാണിക്കാൻ നീ ആവശ്യപ്പെട്ടത്, നീ എന്താണ് ഇതുകൊണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. പ്രിൻസസിന്റെ കൊട്ടാരത്തിൽ നിന്ന് തിരികെ പോകുന്ന വഴി സാവയ്ക്ക് വിഷബാധ ഏൽപ്പിച്ചത് ഈ സ്ത്രീയായിരുന്നു. സാവയെ ഒരു പെൺകുട്ടി എന്ന് തട്ടിയിരുന്നല്ലോ, അത് ഇവളാണ്. സാവയുടെ കഴുത്തിന് പുറകിൽ ഇവളൊരു സൂചി കുത്തിയിറക്കിയാണ് ആ വിഷം സാവയുടെ ശരീരത്തിൽ എത്തിച്ചത്. അങ്ങനെ മനഃപൂർവ്വം വിഷബാധ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ അതിനുള്ള മറുമരുന്നും അവൻ തന്നെ നൽകിയിരിക്കുകയാണല്ലോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അവൾ മനസ്സിലാവാതെ ലുവോഷിയോട് ചോദിക്കുന്നു. ലുവോഷി ആദ്യം ഒന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. പിന്നെ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ പരാതി പറഞ്ഞപ്പോഴാണ് അവൻ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായത്. ശരിക്കും അത് ലുവോഷിയുടെ സഹോദരിയാണ്. മുമ്പ് ഷെന്തുവിന് അച്ഛനെ നഷ്ടപ്പെട്ടതുപോലെ ലുവോഷിയുടെ കുടുംബാംഗങ്ങളെല്ലാം രാജ്ഞിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയോ കൊല്ലപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഓരോ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ് നടത്തിയത് കാരണം പ്രിൻസ് ഷിയാനെയും പ്രിൻസസിനെയും എല്ലാം മുൾമുനയിൽ നിർത്താൻ എനിക്ക് സാധിക്കും. പക്ഷെ ഷെന്തുവിനെ അങ്ങനെ ഒന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല. അവൻ ഈ രണ്ടുപേരെയും കൂടെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ രാജ്ഞിക്ക് അവനോട് കൂടുതൽ ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള അവനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പോൾ അവൻ എനിക്കൊരു വാക്ക് തന്നല്ലോ, ആ വാക്കിന്റെ പുറത്ത് എന്തായിരിക്കും അവൻ എനിക്ക് ചെയ്തു തരേണ്ടത് എന്നതിനെ പറ്റി അവന് യാതൊരു ഐഡിയയുമില്ല. അത് അവന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ ഭയം വളർന്ന് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രശ്നമായി തീരും. ഭാവിയിൽ എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അവനെ നന്നായി ഉപയോഗിക്കാനും സാധിക്കും എന്നൊക്കെ ലുവോഷി തന്റെ പ്ലാൻ അവളോട് വ്യക്തമാക്കുന്നു. യാൻഷിങ് ഈ സമയം ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു വഴിയൊന്നും കണ്ടെത്താൻ കഴിയാതെ തിരികെ വീട്ടിലെത്തിയിരുന്നു. അവൾ ഹേർട്ട് ബ്ലഡുമായി വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതുവരെ എല്ലാവരും. പക്ഷെ അവൾ നിരാശയോടെ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ സാവയുടെ അമ്മ ആകെ വയലന്റ് ആവുന്നുണ്ട്. അവളും ഷെന്തുവും കാരണമാണല്ലോ ഇപ്പോൾ സാവയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെന്തായാലും ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ കരഞ്ഞ ബഹളം വയ്ക്കുന്നു. ഈ സമയത്താണ് ഷെന്തു അങ്ങോട്ടേക്ക് വന്നത്. മരുന്നിൽ ചേർക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന ബ്ലഡ് അവൻ അവരെ കാണിക്കുന്നു. എല്ലാവരും അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് നന്ദി അറിയിക്കുന്നുണ്ട്. പക്ഷേ യാൻഷിങ് എൻ്റെ ഭാര്യയല്ലേ, അവൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് എനിക്കുണ്ടാവുന്നത് പോലെയല്ലേ, അതുകൊണ്ട് എൻ്റെ കടമയാണ് ഞാൻ ചെയ്തതെന്ന് അവൻ പറയുന്നു. യാൻഷിങ് ശരിക്കും വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്തെല്ലാം. എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് മരുന്ന് റെഡിയാക്കാനായി അത് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. യാൻഷിങ് തനിച്ചായി കഴിഞ്ഞപ്പോൾ നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നീ ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടി വരിക ഇനി എന്നാണ് എന്ന് ഷെന്തു കുറിച്ച് വിഷമത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. അതുവരെ അവന്റെ സഹായം ചോദിക്കാതിരുന്നതിൽ അവൾക്കും നല്ല വിഷമം തോന്നുന്നു. പക്ഷെ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ക്ഷീണം കൊണ്ട് മയങ്ങി താഴേക്ക് വീഴാൻ പോകുന്നത് പോലെ ഒന്ന് ചായുന്നുണ്ട്. ഷെന്തു ഓടിച്ചെന്ന് വേഗം അവളെ താങ്ങി പിടിക്കുന്നു. അവന്റെ സഹായം ചോദിക്കാതിരുന്നതിന് ക്ഷമ ചോദിക്കും പോലെ അവൾ അവനെ നോക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് ഒന്നും പറയുന്നില്ലെങ്കിലും രണ്ടുപേരുടെയും പരസ്പരമുള്ള നോട്ടം കാണുമ്പോൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞതുപോലെ യാൻഷിങ് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.